നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല ദർശനത്തിന് കാണിക്ക സമർപ്പിക്കാനെന്ന വ്യാജേന പണപ്പെരുവുമായി കുട്ടികളുടെ സംഘം ഇടുക്കിയിൽ. തമിഴ്നാട് സ്വദേശികളായ കുട്ടികൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ എത്തിയിരിക്കുന്നത് ചെറു സംഘങ്ങളായി തിരിഞ്ഞ്. കുട്ടികളെ മുൻനിർത്തി നടത്തുന്ന തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമുണ്ടെന്ന ആരോപണവുമായി നാട്ടുകാർ. പീരുമേട് തോട്ടം മേഖലയിലെ ലയങ്ങളുടെ നവീകരണത്തിന് സർക്കാർ ബജറ്റിൽ അനുവദിച്ച 20 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ലെന്ന് പരാതി. ഇതിൽ ധനവകുപ്പിൽ നിന്ന് ഇതുവരെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് 33.7 ലക്ഷം രൂപയ്ക്ക് മാത്രം. പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങളിൽ ഇപ്പോഴും ദുരിത ജീവിതം നയിച്ച് തൊഴിലാളി കുടുംബങ്ങൾ. LDF സർക്കാരിന്റെ ജനദ്രോഹ ഭൂനിയമങ്ങൾക്കെതിരെ UDF ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ്സ് നടത്തുമെന്ന് ജില്ലാ നേതൃത്വം. ആദ്യ പരിപാടി നടക്കുക ഈ മാസം 30-ന് കട്ടപ്പനയിൽ. CHR റവന്യൂ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന നിലപാട് സുപ്രീം കോടതിയിൽ ആരംഭിക്കുന്ന വാദത്തിൽ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്നും നേതാക്കൾ. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് അമൃത് പദ്ധതിയിൽ കേന്ദ്ര സഹായം ലഭിക്കുക 1372 കോടി രൂപ. വിശദമായ വാർത്തകൾ. ശബരിമല ദർശനത്തിന് കാണിക്ക സമർപ്പിക്കാൻ എന്ന വ്യാജേന പണപ്പെരുവുമായി കുട്ടികളുടെ സംഘം ഇടുക്കിയിൽ. തമിഴ്നാട് സ്വദേശികളായ കുട്ടികൾ ചെറു സംഘങ്ങളായി തിരിഞ്ഞാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ എത്തിയിരിക്കുന്നത്. കുട്ടികളെ മുൻനിർത്തി നടത്തുന്ന തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമുണ്ടെന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്തെത്തി. 3-4 കുട്ടികളടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ എത്തിയത്. ശബരിമല ദർശനത്തിന് മുന്നോടിയായുള്ള വ്രതത്തിന്റെ ഭാഗമായാണ് എത്തിയതെന്നായിരുന്നു കുട്ടികൾ പറഞ്ഞിരുന്നത്. ചെറിയ കുടവുമായി എത്തിയ കുട്ടികൾക്ക് മിക്കവരും പണവും നൽകി. ഒരാഴ്ചയിലധികമായി ഇവർ പതിവായി എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നെടുങ്കണ്ടത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കുട്ടികളോട് വിവരം തിരക്കി. എന്നാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. മധുരയിൽ നിന്നെത്തിയ തങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നതിന് മുന്നോടിയായി കമ്പത്ത് തങ്ങുകയാണെന്നാണ് ആദ്യം അറിയിച്ചത്. പിന്നീട് കമ്പം നിവാസികളാണെന്നും ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നതിനാണ് പണം സ്വരൂപിക്കുന്നതെന്നും പറഞ്ഞതായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് നെടുങ്കണ്ടം ടൗണിലും ഇടുക്കിയിലെ പല ഭാഗങ്ങളിലും കുറേ പിള്ളേർ ശബരിമലയ്ക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പിരിവാണ്, അതിൻ്റെ അന്നദാനമാണ്, നേർച്ചയാണെന്നൊക്കെ പറഞ്ഞ് പല ഭാഗങ്ങളിലും കറങ്ങുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തി വന്ന് എന്നോട് പറയും. അങ്ങനെ നമ്മുടെ നെടുങ്കണ്ടത്ത് 4 പിള്ളേരെ കാണും. അവരെ നമ്മൾ പിടിച്ചു നിർത്തി ചോദിച്ചപ്പോൾ അങ്ങനെ അന്നദാനം നടക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ട പോലീസ് വന്ന് അവരെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പം അന്നദാനം കാര്യങ്ങളൊന്നുമില്ല, ശബരിമലയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുടമായി നടന്നു പിരിക്കുന്നു. അത് 3-4 ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആളുകൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പോലീസുകാർ വന്ന് അവരെ പറഞ്ഞ് നാട്ടിലോട്ട് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷാടന മാഫിയ ഈ ഇടുക്കിയിൽ തന്നെ ബേസ് ചെയ്തും ഈ കേരളത്തിൽ മൊത്തത്തിൽ നെടുങ്കണ്ടത്തൊക്കെ ആണെങ്കിലും സുലഭമായിട്ട് ആൾക്കാരാണ് ഫിഷാടന മാഫിയ വരുന്നത്. 3-4 പേരൊക്കെ ഒരു ദിവസം ടൗണിൽ കൂടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതെല്ലാം നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. കുട്ടികളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ഇവരുടെ ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അവരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. തുടർന്ന് നാട്ടുകാർ വിവരം പോലീസിൽ അറിയിച്ചു. നെടുങ്കണ്ടം പോലീസ് ഉടൻ തന്നെ എത്തിയെങ്കിലും കുട്ടികളിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിക്കാതെ അടുത്ത ബസ്സിന് കയറ്റി തമിഴ്നാട്ടിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയിട്ടും ഇവരുടെ രക്ഷിതാക്കളെ വിവരമറിയിക്കാനോ തമിഴ്നാട് പോലീസിൽ വിവരം അറിയിക്കാനോ നെടുങ്കണ്ടം പോലീസ് തയ്യാറായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതേസമയം നെടുങ്കണ്ടത്തിന് പുറമെ തൂക്കുപാലം, അടിമാലി, കമ്പംമെട്ട്, കട്ടപ്പന, കുമളി തുടങ്ങിയ വിവിധ മേഖലകളിൽ കുട്ടികളുടെ സംഘങ്ങൾ എത്തുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. LDF സർക്കാരിന്റെ ജനദ്രോഹ ഭൂനിയമങ്ങൾക്കെതിരെ UDF ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ്സ് നടത്തുമെന്ന് ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 30-ന് വൈകിട്ട് 4-ന് കട്ടപ്പനയിലാണ് ആദ്യ പരിപാടി നടക്കുക. CHR റവന്യൂ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന നിലപാട് ഡിസംബർ 4-ന് സുപ്രീം കോടതിയിൽ ആരംഭിക്കുന്ന വാദത്തിൽ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു. ഡിസംബർ 14-ന് ആനച്ചാൽ, 15-ന് ഏലപ്പാറ, 21-ന് വണ്ണപ്പുറം, 22-ന് നെടുങ്കണ്ടം എന്നിവിടങ്ങളിലും സദസ്സ് നടത്തും. 2018 സെപ്റ്റംബർ 6-ന് പുറത്തിറക്കിയ വനംവകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടിലും 2022 മെയ് 22-ലെ സർക്കാർ ഉത്തരവിലും 2024 ജൂൺ 12-ന് നിയമസഭയിലെ ചോദ്യത്തിന് മറുപടിയിലും CHR വനഭൂമിയാണെന്ന് അംഗീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസിലെ 1-ാം പ്രതിയും തീരുമാനത്തെ പിന്തുണച്ച MM മണിയും റോഷി അഗസ്റ്റിനും 2-3 പ്രതികളുമാണെന്നും നേതാക്കൾ പറഞ്ഞു. ഗവൺമെന്റിന്റെ ഗുരുതരമായ വീഴ്ച കൊണ്ടാണ് CHR ഭൂമി വനഭൂമിയാണ് എന്ന് സുപ്രീം കോടതി ആ നിഗമനത്തിൽ എത്തിച്ചേർന്നു. മറ്റാരെയും ഇതിനകത്ത് കുറ്റം പറയാനായിട്ടില്ല.
ഇത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തമാണ് CHR വനഭൂമിയാക്കി മാറ്റിയത്. അത് 2016-2017 വർഷത്തെ വനം വകുപ്പിൻ്റെ 6/9/2018 വാർഷിക റിപ്പോർട്ടിൽ CHR ഭൂമി വനഭൂമിയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2024 ജൂൺ മാസം 12-ാം തീയതി നിയമസഭയിൽ നിന്നും N. ഷംസുദ്ദീൻ MLA നിയമസഭാ ചോദ്യത്തിന് മറുപടിയായി വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ നൽകിയിരിക്കുന്ന മറുപടി, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് CHR ഭൂമി പൂർണ്ണമായും വനഭൂമിയാണ് എന്നാണ്. ഈ 3 തീരുമാനങ്ങൾക്കും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. രണ്ടാമത്തെ പ്രതി ശ്രീ MM മണിയും മൂന്നാമത്തെ പ്രതി ശ്രീ റോഷി അഗസ്റ്റിനുമാണ്. അമിക്കസ് ക്യൂറി പല അടിസ്ഥാനരഹിതമായ രേഖകളും കോടതിയിൽ ഹാജരാക്കി. പക്ഷേ ആ രേഖകളെ ഒന്നും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അതിനെ എതിർക്കാതെ നിശബ്ദമായിരുന്നു എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് രൂപ വക്കീൽ ഫീസ് വാങ്ങിക്കുന്ന ആ അഭിഭാഷകൻ ഇത് അടിസ്ഥാനരഹിതമായ രേഖകളാണ്, സർക്കാരിൻ്റെ നിലപാട് ഈ കാര്യത്തിൽ CHR ഭൂമി റവന്യൂ ഭൂമിയാണ് എന്ന് പറയുവാൻ സർക്കാരിൻ്റെ അഭിഭാഷകന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് മറുപടി പറയുവാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും അക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. CHR റവന്യൂ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന നിലപാട് ഡിസംബർ 4-ന് സുപ്രീം കോടതിയിൽ ആരംഭിക്കുന്ന വാദത്തിൽ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. അത് തരംതിരിവില്ലാതെ ജീവിക്കാനുള്ള അവസരമുണ്ടാക്കുക എന്നുള്ള ഒരു പൊതു തീരുമാനമുണ്ട്. ഈ പൊതു തീരുമാനത്തിന് വിഘാതമായിട്ട് LDF ഗവൺമെൻറ്റിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ജില്ലയിൽ പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജില്ലയിലെ മന്ത്രി, 3 MLA-മാർ, ഇവർക്ക് ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിലുള്ള നിലപാടെന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട്. അവർ സമരം ചെയ്യുന്നു, അവർ തന്നെ പ്രതിഷേധ പ്രസ്താവനകൾ ഇറക്കുന്നു. UDF ഇവിടെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ, വ്യാപാരി വ്യവസായികൾ ഇവിടെ സമരം നടത്തുമ്പോൾ, മറ്റ് സ്വതന്ത്ര സംഘടനകൾ സമരം നടത്തുമ്പോൾ LDF-ൻ്റെ നേതാക്കന്മാർ പറയും ആശങ്കയുണ്ടാക്കിയാണ്, ആവശ്യമില്ലാതെ ആശങ്കയുണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. ഇവിടെ ആശങ്കയാണോ? യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകുന്നു. LDF-ൻ്റെ നേതാക്കന്മാർ ഒരു കാര്യം പറയേണ്ടത്, ഇവിടെ നിങ്ങളുടെ ഏകോപന സമിതി കൂടുന്നുണ്ട്, LDF ഏകോപന സമിതി. ഈ ഏകോപന സമിതിയിലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കന്മാരുടെ സമീപനം എന്താണ്? മന്ത്രിയുടെ സമീപനം എന്താണ്? ഇവിടുത്തെ CPM-ൻ്റെയും CPI-യുടെയും നേതാക്കന്മാർ എന്ത് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു? ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. മതികെട്ടാഞ്ചേരിയുടെ ബഫർ സോൺ 1 കിലോമീറ്ററായി പ്രാഥമിക വിജ്ഞാപനം വന്നപ്പോൾ അപ്പീൽ നൽകാത്തത് സർക്കാരിന്റെ വീഴ്ചയാണ്. 2023 ജൂലൈ 29-ന് മൂന്നാർ മേഖലയിലെ 13 പഞ്ചായത്തുകളിൽ ദുരന്ത നിവാരണ നിയമമനുസരിച്ച് ഏർപ്പെടുത്തിയ അശാസ്ത്രീയ കെട്ടിട നിർമ്മാണ നിരോധനം അനാസ്ഥ വ്യക്തമാക്കുന്നു. സർക്കാരിന്റെ പിടിപ്പുകേടുകൾ മറച്ചുവെക്കാനാണ് ജില്ലയിൽ LDF സമരങ്ങളും സദസ്സുകളും സംഘടിപ്പിക്കുന്നത്. നിയമങ്ങളിലൂടെ ജനങ്ങളെ ദ്രോഹിച്ച ശേഷം പണപ്പിരിവ് നടത്തിയും പ്രവർത്തകരെ തെരുവിലിറക്കിയും ജനങ്ങളെ പീഡിപ്പിക്കുന്നത് അപഹാസ്യമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, പ്രൊഫസർ MJ ജേക്കബ്, മണ്ഡലം ചെയർമാൻ സിജു ചക്കുമൂട്ടിൽ, കൺവീനർ ജോയി കുടുക്കച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. 1372 കോടി രൂപയാണ് കേരളത്തിന് അമൃത് പദ്ധതിയിൽ കേന്ദ്ര സഹായം ലഭിക്കുക. സർവേ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയാണ് ഡ്രോൺ സർവേ ആരംഭിച്ചിരിക്കുന്നത്. 1372 കോടി രൂപയാണ് കേരളത്തിന് അമൃത് 2.0-ൽ കേന്ദ്ര സഹായം ലഭിക്കുക. കേരളത്തിലെ 87 നഗരസഭകളിലും 6 കോർപ്പറേഷനുകളിലും എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ എത്തിക്കുക, അമൃത് 1-ൽ ഉൾപ്പെട്ട 9 നഗരങ്ങളിലെ ദ്രവമാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തുക, ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് അതിന് ചുറ്റുമുള്ള പ്രദേശം ഹരിതാഭമാക്കി പാർക്കുകളായി വികസിപ്പിക്കുക തുടങ്ങിയവയാണ് അമൃത് 2.0-ൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സർവേയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അമൃത് 2.0-ൽ ഉൾപ്പെടുത്തി
മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡ്രോൺ സർവേയാണ് ഇന്ന് നമ്മളിവിടെ അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഡ്രോൺ സർവേ എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കുന്നതാണ്, ആരും പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തായ കാഞ്ചിയാറ്, പാമ്പാടംപാറ, വണ്ടർമേട് എന്നീ സ്ഥലങ്ങളിലുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് സർവേ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡൽഹി ബേസ്ഡ് സപ്തർഷി എന്ന് പറഞ്ഞ കമ്പനിയാണ് അവരാണ് ഇത് കൊട്ടേഷൻ അവർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു മാസത്തോളം ഉണ്ടാവും. അതാണ് ഇതിൽ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ലാൻഡ് യൂസ് സർവേ ചെയ്തതിന് ശേഷം നമ്മൾ കഡസ്റ്റർ മാപ്പായിട്ട് ഓവർലേ ചെയ്ത് അതിൽ നിന്നൊരു മാപ്പ് തയ്യാറാക്കും. എന്നിട്ട് GIS ബേസ്ഡ് മാസ്റ്റർ പ്ലാനായിട്ട് പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന മറ്റുള്ള എന്തെല്ലാം പ്രോജക്റ്റുകൾ നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ മൊത്തത്തിൽ ഒരു 20 വർഷത്തെ കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് നമ്മളെ ഈ നഗരസഭ ഏത് ലെവലിലേക്ക് ഉയർത്തണം, എന്തെല്ലാം ഫെസിലിറ്റീസാണ് നമുക്ക് നിലവിലുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിനി വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീട് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനാണ് ഈ ഒരു സർവേ ചെയ്യുന്നത്. കട്ടപ്പന നഗരസഭയിലെ സർവേ പൂർത്തിയാക്കാൻ 1 മാസത്തോളം എടുക്കുമെന്നാണ് നിഗമനം. നഗരസഭയിൽ ആരംഭിച്ചിരിക്കുന്ന സർവേ നടപടികൾക്ക് ടൗൺ പ്ലാനിംഗ് ഓഫീസർ മുഹമ്മദ് മുസ്തഫ, ഡെപ്യൂട്ടി ടൗൺ പ്ലാനിംഗ് ഓഫീസർ സനീഷ് S, ഉദ്യോഗസ്ഥരായ അബൂബക്കർ, അരുൺ AV തുടങ്ങിയവർ നേതൃത്വം നൽകി. മറയൂർ ചന്ദനക്കാടുകളിൽ നിന്ന് ചന്ദനമരങ്ങൾ മോഷണം പോയതിനെ തുടർന്ന് ഫീൽഡിൽ ജോലി ചെയ്തിരുന്ന താൽക്കാലിക വാച്ചറെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കഴിഞ്ഞ 14 വർഷമായി താൽക്കാലിക വാച്ചറായി ജോലി ചെയ്തു വരുന്ന മാരിയപ്പനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മർദ്ദനത്തിൽ മുഖത്തും ചെവിക്കും വയറിനും പരിക്കേറ്റ മാരിയപ്പനെ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 9:30യോടെയാണ് നാച്ചിവയൽ ചന്ദന റിസർവിലെ കോഴിപ്പന ഭാഗത്തു നിന്നും വലിപ്പമുള്ള 4 ചന്ദനമരങ്ങൾ മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയത്. വനംവകുപ്പിലെ സ്ഥിരം ജീവനക്കാരനായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, താൽക്കാലിക വാച്ചർമാർ എന്നിവർക്കാണ് നിരീക്ഷണ ചുമതല. സംരക്ഷണ വേലിയുടെ പുറത്തുള്ള റോഡ് ഭാഗത്തായിരുന്നു മാരിയപ്പൻ ജോലി ചെയ്തിരുന്നത്. മരം മോഷണം പോയ വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ രാമകൃഷ്ണനും മറ്റൊരു ഉദ്യോഗസ്ഥനും ചേർന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു. പറഞ്ഞു വിട്ടു, തിരിച്ച് നീ ഓടിക്കടവേ அப்படின்ட்டு എൻ്റെ ടോർച്ചിൽ വാങ്ങി ഉടച്ച് தூர കളഞ്ഞ് போட்டுட்டு ஷூ வச்சுட்டு என்னை ஒரு சவட்டி விட்டது. அது என்ன காணிட்டு எனக்கு ஒன்றும் முடியல, തിരിച്ചു കൊണ്ട് പറയலான்ட்டு ஒன்றுமே நம்ம அழுது கொண்டுட்டு சார். മരം മോഷണം പോയ വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ രാമകൃഷ്ണനും മറ്റൊരു ഉദ്യോഗസ്ഥനും ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്ന് മാരിയപ്പൻ പറഞ്ഞു. പിന്നെ രാമകൃഷ്ണൻ സാർ വന്ന് വിളിച്ച് തളിച്ച് വന്ന് ഇനിയും മരം പോയിട്ട് നോക്കാൻ പറ്റില്ല അവിടെ ഞാൻ ചെവിയിൽ കൊണ്ട് ഇനി അടിച്ച് തന്നെ നെഞ്ചിൽ കണ്ടിട്ട് തല കറക്കണം. എന്നാ പറയണ എനിക്ക് ഒന്നും മനസ്സിൽ പുരിയാതെ എനിക്ക് എന്നാ പറയണുണ്ട്, പെരിയ ബുദ്ധിമുട്ടാണ് இருக்குது. മുഖത്ത് അടിയേറ്റ് ബോധരഹിതനായി നിലത്ത് വീണ ശേഷം പിന്നീട് എഴുന്നേറ്റപ്പോൾ വീണ്ടും മർദ്ദിച്ചതായും ഇദ്ദേഹം പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ടോർച്ച് വാങ്ങി നിലത്തടിച്ച് നശിപ്പിക്കുകയും ചെയ്തു. ചെവിക്ക് സാരമായി പരിക്കേറ്റതിനാൽ ഇദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. ഒരാഴ്ച മുമ്പും ഇവിടെ മറ്റൊരു വാച്ചറെയും ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി ജീവനക്കാർ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ കമ്പം MLA N രാമകൃഷ്ണന് നിവേദനം നൽകി. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവുമെന്ന് സമരസമിതിക്ക് MLA ഉറപ്പ് നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. 40 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനസ്വത്തിന് ഭീഷണിയായി മാറിയ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് MLA N രാമകൃഷ്ണന് നിവേദനം നൽകിയത്. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം നിവേദനം കൈപ്പറ്റുകയും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേപടി അത് ശിരസാവഹിച്ചുകൊണ്ട് പ്രശ്നത്തെ ഗൗരവമായി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന നിയമസഭയിൽ നടക്കുന്ന ചർച്ചയിൽ ഈ വിഷയം കൊണ്ടുവരുവാൻ ശ്രമിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം തന്നിട്ടുണ്ട്. എന്തായാലും മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാനത്തെ ഏറ്റവും സമീപ ജില്ലയിലെ അംഗമായ രാമകൃഷ്ണൻ അവരുടെ നേരിൽ കാണുവാനും അദ്ദേഹത്തെ ഞങ്ങളുടെ ഈ ആശങ്ക ബോധിപ്പിക്കുവാനും കഴിഞ്ഞതിലുള്ള വളരെ സ്നേഹവും നന്ദി കടപ്പാടും അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോടും മുല്ലപ്പെരിയാർ സമരസമിതി സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി NK സ്റ്റാലിനുമായി ചർച്ച നടത്തുമെന്നും N രാമകൃഷ്ണൻ പറഞ്ഞു. സമരസമിതി ചെയർമാൻ ഷാജി ജോസഫ്, CV മുത്തുമാങ്കുഴി, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്,
PD ജോസഫ്, റോജി സലീം എന്നിവർ നേതൃത്വം നൽകി. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു. ബിജെപിക്കാരനായ പ്രസിഡന്റും ഭരണകക്ഷിയായ LDFും കൈകോർത്തു പോകുമ്പോൾ യാതൊരു വികസന പദ്ധതികളും പഞ്ചായത്തിൽ നടക്കുന്നില്ല. ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്നു കിടക്കുന്നു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നാളിതുവരെ വീടുകൾ നൽകാനായിട്ടില്ല. പാർപ്പിട സമുച്ചയ നിർമ്മാണം എങ്ങും എത്തിയില്ല. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരില്ലാത്തതും മരുന്നുകൾ ലഭ്യമല്ലാത്തതും തോട്ടം ആദിവാസി മേഖലയിൽ നിന്നെത്തുന്ന രോഗികളെ ദുരിതത്തിലാക്കുന്നു. കിടത്തി ചികിത്സ മുടങ്ങിക്കിടക്കുന്നു. ഹൈമാസ്റ്റ് ലൈറ്റുകൾ തകരാറിലായിട്ട് മാസങ്ങൾ പിന്നിട്ടു. അഞ്ചുരുളി ലബ്ബക്കട കംഫർട്ട് സ്റ്റേഷനുകൾ മാസങ്ങളായി തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ച് പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ടോയ്ലറ്റും കെടുകാര്യസ്ഥത മൂലം തുറന്നു നൽകാനായിട്ടില്ല. തുടങ്ങി വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ധർണ നടത്തിയത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ സമരം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് കേരളത്തിൽ 70% പഞ്ചായത്തുകളെ ഭരണം നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 1700-ലധികം പഞ്ചായത്തുകളുടെ ഭരണം നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അവിടെ CPM-ന്റെ പഞ്ചായത്ത് മെമ്പർമാർ, CPI-യുടെ പഞ്ചായത്ത് മെമ്പർമാർ, LDF-ന്റെ ഘടകകക്ഷികളുടെ മെമ്പർമാർ അവരെല്ലാം ഇതേ വേദനയും വിഷമവും തന്നെയാണ് അനുഭവിക്കുന്നത്. പക്ഷെ അവർക്ക് പറയാൻ നിവൃത്തിയില്ല. കാരണം ക്യാപ്റ്റനോട് പറയാനുള്ള ശേഷിയുള്ള ഒരു മന്ത്രിമാര് പോലും MLA-മാര് പോലും ഈ സംസ്ഥാനത്തില്ലാത്തപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് എങ്ങനെ പ്രതിഷേധിക്കാൻ കഴിയും? അവരെല്ലാം അടിമകളെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ശേഷിയുള്ളത് കോൺഗ്രസ് പാർട്ടിക്കാണ്. മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോമോൻ തെക്കേൽ, DCC അംഗങ്ങളായ ജോയി ഇഴക്കുന്നേൽ, ജോയി തോമസ്, നേതാക്കളായ ഷാജി വെള്ളമാക്കൽ, ആൽബിൻ മണ്ണംചേരിൽ, ജെയ്മോൻ കോഴിമല, സണ്ണി കക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു. കാഞ്ചാർ പഞ്ചായത്തിനെതിരെ ജനപ്രതിനിധികളുടെ സമ്മതത്തോടുകൂടി ചില അനാവശ്യ സമരങ്ങൾ അരങ്ങേറുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ. ഫണ്ടുകളുടെ അപര്യാപ്തത മൂലം കഴിഞ്ഞ വർഷത്തിൽ ഒരു പഞ്ചായത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. എന്നാൽ ആ പദ്ധതികൾ ഈ വർഷത്തെ സ്പിൽ ഓവറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞതാണ്. മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാകുന്ന തരത്തിലാണ് കാഞ്ചിയാറ്റിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും സുരേഷ് കുഴിക്കാട്ടിൽ പറഞ്ഞു. കാഞ്ചാർ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെക്കുറിച്ചും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പദ്ധതികളൊന്നും നടപ്പിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായ ജനപ്രതിനിധികളുടെ സമ്മതത്തോടു കൂടി ആണ് ഇവിടെ അനാവശ്യ സമരങ്ങൾ ഇറങ്ങേറുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തിൽ ഒരു പഞ്ചായത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം. ഈ വർഷവും ആ പദ്ധതികളെല്ലാം സ്പിൽ ഓവറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ റോഡ് പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാകും, വിവിധ വാർഡുകളിൽ കമ്മിറ്റിയിൽ ഇറക്കുകയും റോഡ് ഫോം ചെയ്ത് പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വർഷം ഏകദേശം 60 റോഡുകളാണ് നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എല്ലാം ടെൻഡർ നടപടികൾ പൂർത്തിയായി. അതുപോലെ തന്നെ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പഞ്ചായത്തിൽ പോലും നടപ്പിലാക്കാത്ത കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനം, വയോജനങ്ങൾക്ക് ഉള്ള ഉല്ലാസയാത്ര, അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, വയോജനങ്ങൾക്ക് മെഡിക്കൽ സഹായ ഉപകരണങ്ങൾ, അങ്ങനെ മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കേണ്ട പദ്ധതികളാണ് ഇവിടെ ഈ ഭരണസഭയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കാണാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ കാഞ്ചാർ പഞ്ചായത്തിലെ ചില ജനപ്രതിനിധികളുടെയൊക്കെ സമ്മതത്തോടും അറിവോടും കൂടിയാണ് ഇത്തരം സമരാഭാസങ്ങൾ പഞ്ചായത്തുകളിൽ നടക്കുന്നതാണ് എനിക്ക് കഴിയാൻ സാധിച്ചത്. ഏതായാലും ഇത് അങ്ങേയറ്റം ഇതിനെ അപലപിക്കുകയാണ്. പീരുമേട് മുൻ MLA-യും ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ INTUC സ്ഥാപക നേതാവുമായ KK തോമസിൻ്റെയും മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന SC അയ്യാദുരയുടെയും അനുസ്മരണ സമ്മേളനം പീരുമേട് ABG ഹാളിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തെയും സഹനേതാക്കളെയും നെഞ്ചോട് ചേർത്ത് നിർത്തിയതുകൊണ്ടാണ് ഇരു നേതാക്കളെയും ജനങ്ങൾ ഇന്നും അനുസ്മരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പീരുമേടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എക്കാലവും അനുസ്മരിക്കുന്ന രണ്ട് നേതാക്കളാണ് അന്തരിച്ച KK തോമസും SC അയ്യാദുരയും. ഇരുവരും പീരുമേടിന്റെ വികസനത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. പീരുമേട് ABG ഹാളിൽ വെച്ചാണ് ഇരുവരുടെയും അനുസ്മരണ സമ്മേളനം നടന്നത്. HRP യൂണിയൻ INTUC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഖ് തോമസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തെയും സഹനേതാക്കളെയും നെഞ്ചോട് ചേർത്ത് നിർത്തിയതുകൊണ്ടാണ് ഇരുവരെയും ഇന്നും ജനങ്ങൾ അനുസ്മരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഈ മേഖലയിൽ നമ്മുടെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിനും തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ കാണിച്ചിട്ടുള്ള സമാനതയില്ലാത്ത ആത്മാർത്ഥതയും സത്യസന്ധതയും അതാണ്
പീരുമേട്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി പകരാൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. MLA എന്ന നിലയിൽ, നേതാവ് എന്ന നിലയിൽ, ഒരു മനുഷ്യനെന്ന നിലയിൽ തോമാച്ചൻ എന്ന് നമ്മളൊക്കെ സമകാലികർ വിളിക്കുന്ന തോമാച്ചൻ, പാർട്ടി പ്രവർത്തകരും ജനങ്ങളെ വിളിക്കുന്ന അച്ചായ, അത് വേറിട്ട ഒരു ജന്മം. KPCC അംഗം AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടുകാരൻ, പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദീഖ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജോർജ് കൂറുമ്പുറം, റോബിൻ കാരക്കാട്ട്, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിണി തോമസ് തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഇടപെടുമെന്ന് കമ്പം MLA N രാമകൃഷ്ണൻ ഉപ്പുതറയിലെ DMK ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓഫീസ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഉപ്പുതറ വികാസ് ജംഗ്ഷനിൽ നിന്നും നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പ്രകടനം നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കമ്പം MLA N രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തും. ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കേണ്ടത് ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യമാണ്. ഇക്കാര്യം മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. கேரளாவில் இருக்கின்ற சகோதரர் இங்கே வணிகம் செய்கின்றார், விவசாயம் செய்கின்றார், பல தொழில்கள் செய்கின்றார். கேரளாவில் இருக்கின்ற சகோதரர் தமிழ்நாட்டிலே விவசாயம் தொழிலெல்லாம் செய்கின்றார்கள். பாதுகாப்பு இருவருக்கு மாறி மாறி நாம் கண்டு கொண்டுதான் இருக்கிறோம். எங்களுக்குள் பேதம் இல்லை, காழ்ப்புணர்வு இல்லை, ஒற்றுமையாகத்தான் இருக்கின்ற நம்ம தலைவர் இந்தியாவிலே எங்கேயுமே இல்லை. காலை உணவு திட்டம் கொடுக்குறாங்க. கிட்டத்தட்ட 18 லட்சம் குழந்தைகள் காலை உணவு திட்டத்தை இன்றைக்கு பயன்படுத்துகிறார்கள். இது இந்தியாவை தாண்டி கனடா நாடு வரவேற்று அங்கே இந்த திட்டத்தை, சத்துணவு திட்டத்தை அமல்படுத்தியிருக்கிறது. பெண்களுக்கு தான், கர்ப்பிணி பெண்களுக்கு 14,000 ரூபாய் வசதி கொடுக்குறாங்க. ஒரு பெண் கருவுற்றால் அந்த பெண்ணுக்கு 14,000 ரூபாய் கொடுக்கக்கூடிய திராவிட மாடல் அரசு. இதையும் பல மாடல் அரசாக தொழில் துறையிலே இன்றைக்கு 10 லட்சம் கோடி முதலீடு திரட்டப்பட்டிருக்கிறது. 4 லட்சம் பேருக்கு வேலை வாய்ப்பு இன்றைக்கு உருவாக்கப்பட்டிருக்கிறது. திட்டங்கள் பார்த்தால் இன்றைக்கு பிற மாநிலங்களெல்லாம் அஞ்சுகின்ற அளவிற்கு இன்றைக்கு மோடி இங்கே பம்பாயில் ஜெயிச்சிருக்காருன்னா கடைசி நேரத்தில் என்ன சொன்ன தெரியுமா, நம்ம பெண்களுக்கு மகளிர் உரிமை தொகையாக 2,000 ரூபாய் வழங்க வேண்டும் சொன்ன பிறகுதான் அவர்கள் ஜெயிக்கிறார். இருக்கின்றார்கள். நாம் அண்ணன் தம்பிகளாக, சகோதரர்களாக, பாசமிக்க நேசமிக்க உறவுகளாக வாழ்வோம். இரு மாநிலங்களும் வளம் பெறட்டும் என்று வாழ்த்தி விடுகின்றேன். நன்றி, வணக்கம். തുടർന്ന് ഓഫീസ് ഉദ്ഘാടനവും നടന്നു. പൊതുസമ്മേളനത്തിൽ DMK ലോക്കൽ സെക്രട്ടറി TS ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി ഇൻചാർജ് VK മുഹമ്മദ് ആസിഫ്, ജില്ലാ സെക്രട്ടറി KK ജനാർദ്ദനൻ, K സജീവ്, AP പ്രമോദ്, V രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഗവൺമെന്റ് ആയുർവേദ നഴ്സസ് അസോസിയേഷൻ 36ാമത് സംസ്ഥാന സമ്മേളനം നടന്നു. ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MPയും നിർവഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് R മിനി അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിനിധി സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യ അതിഥിയായിരുന്നു. സ്വാഗത സംഘം രക്ഷാധികാരിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ KG സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി PV രാജേഷ്, ഹരിമോഹനൻ CM, RL കലാറാണി, റോയി അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു. R മിനിയെ സംസ്ഥാന പ്രസിഡന്റായും ജോയ്സൺ ജോസിനെ ജനറൽ സെക്രട്ടറിയായും PV രാജേഷിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ആശാ വർക്കർമാരുടെ മുടങ്ങിക്കിടക്കുന്ന ഓണറേറിയം അടിയന്തരമായി നൽകണമെന്ന് INTUC കട്ടപ്പന നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു. തുച്ഛമായ ശമ്പളത്തിൽ ആരോഗ്യരംഗത്ത് സേവനം ചെയ്യുന്നവരെ ദ്രോഹിക്കുന്ന നിലപാടാണിത്. വിഷയത്തിൽ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ INTUC ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും പ്രശാന്ത് രാജു പറഞ്ഞു.
UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത് ബഹുമാന്യായ സോണിയാഗാന്ധി വളരെ ഇൻട്രസ്റ്റ് എടുത്ത് നടത്തിയ ഒരു പദ്ധതിയാണ് ആശാ വർക്കർമാരുടെ നിയമനം. അത് NRHM വഴിയാണ് നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് NHM വഴിയാണ്. കഴിഞ്ഞ 3 മാസക്കാലമായി ആശാ വർക്കർമാർക്ക് നിലവിൽ ഓണറേറിയം ലഭിച്ചിട്ടില്ല. ഈ ആരോഗ്യ വകുപ്പിൽ ഏറ്റവും തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആശാ വർക്കർമാർ. അവർക്ക് ഫീൽഡ് വർക്കുണ്ട്, മറ്റ് വർക്കുകളുണ്ട്, ഹോസ്പിറ്റൽ നിർദ്ദേശിക്കുന്ന വർക്കുകളുമുണ്ട്. അപ്പോൾ അത്രയേറെ പ്രാഥമികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് പലപ്പോഴും കിട്ടുന്ന ഓണറേറിയം യാത്രാ ചെലവിനൊന്നും തികയാത്ത സാഹചര്യത്തിൽ ആണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ നിലവിൽ തുച്ഛമായി ലഭിക്കുന്ന ഈ 7,000 രൂപ, ആ 7,000 രൂപ പ്ലസ് ഇൻസെൻറ്റീവ് കൂട്ടി 9,000 രൂപയാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ശമ്പളം കിട്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ 3 മാസക്കാലമായി ഓണത്തിനാണ് അവസാനമായി ശമ്പളം കൊടുത്തത്. അതിന് മുമ്പേ കുറേ മാസങ്ങളായി ശമ്പളം ലഭിക്കാതിരുന്നതിന് ഓണത്തിന് അത് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ നിരന്തരമായി ഇവരുടെ ശമ്പളം മുടങ്ങുന്ന നടപടി വളരെ പ്രതിഷേധകരമാണ്. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇപ്പോൾ തന്നെ ഈ വിഷയം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരെ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. ശക്തമായി ആശാ വർക്കർമാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക എടുത്ത് ശമ്പളം കൊടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭ സമരത്തിന് INTUC നേതൃത്വം നൽകും. വാഹന കാൽനടയാത്ര ദുരിതമായ അട്ടിക്കളം കുട്ടപ്പൻ സിറ്റി റോഡിൽ നാട്ടുകാർ വാഴ നട്ട് പ്രതിഷേധിച്ചു. അട്ടിക്കളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് വാഴ നട്ട് പ്രതിഷേധിച്ചത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ കൂടി കടന്നുപോകുന്ന അട്ടിക്കളം കുട്ടപ്പൻ സിറ്റി റോഡിന് കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട്. റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് അട്ടിക്കളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്. 300ഓളം കുടുംബങ്ങളുടെ ഏക സഞ്ചാര മാർഗമായ റോഡിൽ കാൽനട യാത്ര പോലും ഇന്ന് അസാധ്യമാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് അട്ടിക്കളം വാർഡിലെ ഈ റോഡ്. അതായത് 2018 പ്രളയത്തിൽ ചുരുളി ഭാഗം റോഡ് NH 185 ഇടിഞ്ഞു പോയപ്പോൾ ജില്ലാസ്ഥാനമായിട്ട് കഞ്ഞിക്കുഴി ഭാഗത്തുള്ള ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള ഏക മാർഗ്ഗം ഇതുതന്നെയായിരുന്നു. അതുകൊണ്ട് ഈ റോഡിന് ഏറെ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ വഴി നശിച്ചു കിടക്കുകയാണ്. പഞ്ചായത്തിന് പല സമയത്തും നമ്മൾ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 2022-23 പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ 10,50,000 രൂപ ഇതിന് വകയിരുത്തിയിട്ടുള്ളതായിട്ട് ബഡ്ജറ്റിലുണ്ട്. ആ പൈസ ഇതിന് വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ റോഡ് ഇത്രമാത്രം മോശമാകാനുള്ള കാരണം. അതിനെ സംബന്ധിച്ച് പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട്, പഞ്ചായത്തിലെ ഈ വാർഡിലെ വാർഡ് മെമ്പറെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആരും ഇതിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് ഇതുവരെ സമയമെടുത്തില്ല. ഈ വഴിയിൽ കൂടി 5 സ്കൂൾ ബസ്സുകൾ രാവിലെയും വൈകിട്ടുമായിട്ട് പോകുന്ന ഒരു വഴി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യാത്രക്കാർക്ക് വളരെ ദുരിതം, കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. ഇത് അട്ടിക്കളം ജനകീയ സമിതിയുടെ പേരിലാണ് ഇപ്പോൾ ഇവിടെ ഈ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിക്കുന്നത്. 5ഓളം സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകൾ കടന്നു വരാത്ത സ്ഥിതിയാണ്. 2018 പ്രളയത്തിൽ അടിമാലി കുമളി ദേശീയപാത തകർന്നപ്പോൾ ലോ റേഞ്ചിൽ നിന്ന് ജില്ലാ ആസ്ഥാനത്തേക്ക് എത്താൻ പറ്റിയ ഏക റോഡ് കൂടിയായിരുന്നു ഇത്. അടിയന്തരമായി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഇടപെട്ട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും ജനകീയ സമിതി മുന്നറിയിപ്പ് നൽകി. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്കായി സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ നിർവഹിച്ചു. സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് പരിശീലന പരിപാടി നടക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ നിർവഹിച്ചു. കുട്ടികളുടെ കായികാരോഗ്യം വർദ്ധിപ്പിച്ച ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗവൺമെൻറ് അനുമതി കൊടുക്കുന്നതുകൊണ്ട് സുരക്ഷ ഭയങ്കര ആവശ്യമായി വന്നു. അപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് ട്രെയിനർമാർ എത്ര പേര് വനിതാ ട്രെയിനർമാരുണ്ടോ, അപ്പോൾ ഇതെല്ലാം ചോദിച്ചപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ നിരവധി കുട്ടികൾ നീന്തൽ പരിശീലനത്തിനല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ നിർധനരായില്ലെങ്കിൽ ഇങ്ങനൊരു പദ്ധതിയിൽ ചെല്ലാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്കൂളിലും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. ഏതായാലും വളരെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ സുന്ദര നിമിഷം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം റോയി എവറസ്റ്റ്, സയൻസ് സ്കൂൾ മാനേജർ ഫാദർ ഇമാനുവൽ കിഴക്കേത്തലയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇംപ്ലിമെന്റ് ഓഫീസർ ഗിരിജാകുമാരി NV, പരിശീലകൻ വിനോസൻ ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപ്പുതറ ടൗണിൽ KSEBയുടെ ഉപയോഗശൂന്യമായ വൈദ്യുതി ലൈനുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നതായി പരാതി. വൈദ്യുതി വകുപ്പിന്റെ ഓഫീസിന് മുന്നിലാണ് ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്നത്.
പ്രവർത്തന ദിവസങ്ങളിൽ രാവിലെ മുതൽ തന്നെ റോഡിന്റെ ഒരു വശത്ത് ജീവനക്കാരുടെ വാഹനങ്ങൾ നിരക്കും. പിന്നീട് ഇതുവഴി കാൽനട യാത്രക്കാർക്ക് പോലും കടന്നുപോകാൻ കഴിയില്ല. ഇതിനൊപ്പമാണ് മറുഭാഗത്ത് പഴയ വൈദ്യുതി ലൈനുകളും മറ്റും KCB ഉദ്യോഗസ്ഥർ കൂട്ടിയിട്ടിരിക്കുന്നത്. വാഹനങ്ങൾ വരുമ്പോൾ പൊതുജനങ്ങൾക്ക് മാറി നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ. അവിടെ വൈദ്യുതി ലൈൻ വലിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ, അതുപോലെ തന്നെ ക്രോസ് ആമുകൾ, അതുപോലെ തന്നെ ലൈൻ വലിക്കാനുള്ള കമ്പികൾ, മറ്റ് ഇതര സാധന സാമഗ്രികൾ, പഴയതും പുതിയതുമായതും എല്ലാം കൊണ്ടുവന്ന ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. കൂടാതെ ഈ ഓഫീസുകളിലേക്ക് വരുന്ന ജീവനക്കാരുടെ വാഹനങ്ങൾ, അതുപോലെ തന്നെ ഓഫീസിൽ വരുന്ന ഉപഭോക്താക്കളുടെ വാഹനങ്ങൾ, ഈ വണ്ടികളെല്ലാം ഈ റോഡിൻ്റെ സൈഡ് വെച്ച് കഴിയുമ്പോൾ ഈ റോഡിലൂടെ ഇതുവഴി വരുന്ന സാധാരണ വാഹനങ്ങൾക്കും KSRTC അടക്കമുള്ള വാഹനങ്ങൾ, കാൽനടക്കാർ, നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ, സെൻറ്റ് ബിനോന സ്കൂള്, അതുപോലെ തന്നെ OMLP സ്കൂള്, അതുപോലെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി, ഇവിടേക്കൊക്കെ പോകുന്ന കുട്ടികളെല്ലാം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇത് നിരവധി തവണ ഉപ്പുതറയിലെ KSEB അധികൃതരോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സാധനങ്ങൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ഇത് നിക്ഷേപിക്കണമെന്ന്. എന്നാൽ നാളിതുവരെ അത്തരം കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ രീതിയിൽ ഈ വഴി പൂർണ്ണമായും തുറന്നു കൊടുക്കുവാനായിട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ വഴിയരികിൽ ഉൾപ്പെടെ കൂട്ടിയിട്ടിരിക്കുന്നത് യാത്രക്കാർക്ക് വലിയ രീതിയിൽ ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് ഇവ ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. സ്ത്രീപീഡന വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ സ്ത്രീകൾക്കായുള്ള ബോധവൽക്കരണ സെമിനാർ നടന്നു. കട്ടപ്പന വനിതാ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അമ്പിളി VK പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലബക്കട JPM കോളേജിലെ 1ാം വർഷ MSW വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സ്ത്രീപീഡന വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ നടന്ന പരിപാടി കട്ടപ്പന വനിതാ പോലീസ് സ്റ്റേഷനിലെ SI അമ്പിളി VK ഉദ്ഘാടനം ചെയ്തു. പീഡനം അല്ലേ, എല്ലാവർക്കും ഒരു ഇതാണ്. എന്താണ് സ്ത്രീ പീഡനം? സ്ത്രീകൾക്ക് മാത്രമുള്ള, പുരുഷന്മാർക്കും ഇല്ലേ പീഡനം എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ പുരുഷന്മാരായാലും നമ്മളെക്കാളും കൂടുതൽ ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് പേരേ ഉള്ളൂ. ഇത്രയും പേർക്കേലും ഈ പീഡനത്തെക്കുറിച്ചൊക്കെ അറിയണമെന്ന് വന്നതിൽ എനിക്ക് ഒത്തിരി അധികം സന്തോഷം. എന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു ഏരിയ, ഈ കാഞ്ചാറ് പഞ്ചായത്ത് തന്നെ എടുത്താൽ ഇവിടുത്തെ പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ സ്ത്രീകൾ തന്നെയായിരിക്കും അല്ലേ? സ്ത്രീകളായിരിക്കും കൂടുതൽ, സ്ത്രീകളും കുട്ടികളും ആയിരിക്കും കൂടുതൽ. പുരുഷന്മാരുടെ കുറേ കുറവായിരിക്കും, സ്ത്രീകളാണ് കൂടുതൽ. എന്നിട്ടും അതിനകത്ത് നിന്ന് ഒരു 50 പേര് അല്ലെങ്കിൽ ഒരു 60 പേര് കൂടി പോയി അത്രയും ഇവിടെ കാണാനുള്ള. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ, വേറെ ആർക്കും പ്രശ്നങ്ങളില്ല. ഈ പ്രശ്നങ്ങളുള്ളവരെല്ലാം ആരും ഇവിടെ വന്നിട്ടില്ല, മനസ്സിലായോ? പ്രശ്നങ്ങളുള്ള ആരും ഇവിടെ വന്നിട്ടില്ല. പ്രശ്നങ്ങളുള്ളവരെല്ലാം അവരുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തുണ്ട്. പിന്നെ ഇന്ന് ഈ വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും ആൾ കുറവായത്. നിങ്ങൾക്ക് അങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞാൽ ആ ടൈമിൽ വന്ന് ക്ലാസ് എടുത്തു തരാം. നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റ് ആണല്ലോ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന ലൈംഗിക അതിക്രമവും മറ്റ് പീഡനങ്ങളും തടയുന്നതിന് അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മികച്ച വനിതാ സംരംഭക ജെസി തോമസിനെ ചൈതന്യ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വിഷരഹിതമായ പച്ചക്കറി ഓരോ വീട്ടിലും ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ രജിത സാജൻ, പ്രോഗ്രാം കോഓർഡിനേറ്റർ കൃഷ്ണ MB, അലൻ ജോഷി, മേഘ എൽസ സെബാസ്റ്റ്യൻ, അനന്തു അനിൽ എന്നിവർ നേതൃത്വം നൽകി. ഉപ്പുതറയിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം നടന്നു. ഹിന്ദു ഐക്യവേദി ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് TK രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വഖഫ് നിയമം റദ്ദാക്കുക, വഖഫ് ഭീകരത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലുടനീളം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി പീരുമേട് താലൂക്കിൽ നടത്തുന്ന സമരത്തിന് മുന്നോടിയായാണ് ഉപ്പുതറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ആലോചനാ യോഗം ചേർന്നത്. ഹിന്ദു ഐക്യവേദി ഇടുക്കി വർക്കിംഗ് പ്രസിഡന്റ് TK രാജു ഉദ്ഘാടനം ചെയ്തു. എന്താണ് വഖഫ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ഇസ്ലാം ഭരണകാലം മുതൽ ഇതിവിടെ നിലനിന്ന ഒരു സംവിധാനമാണ്. അതായത് ഏതെങ്കിലും ഒരു മതവിശ്വാസി, പ്രത്യേകിച്ച് മുസ്ലിം മതവിശ്വാസി, അവരുടെ സ്വത്തുവകകളോ അവരുടെ മറ്റ് സ്ഥാവരജംഗമ വസ്തുക്കളെല്ലാം
പൂർണ്ണ മനസ്സോടുകൂടി ആ മതത്തിലേക്ക് സമ്പൂർണ്ണ സമർപ്പണം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നു എന്ന ഭാവേന ആ മതസംഘടനയ്ക്കോ ആ മത ഉത്തരവാദിത്തപ്പെട്ട ആ സംവിധാനത്തിനോ കൊടുക്കുന്ന രീതിക്കാണ് വഖഫ് എന്ന് പറയുന്നത്. താലൂക്ക് പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി പി.കെ. സോമൻ, താലൂക്ക് വൈസ് പ്രസിഡന്റ് ടി.കെ. രാജു തുടങ്ങിയവർ സംസാരിച്ചു. പുനഃപ്രതിഷ്ഠാ നിറവിൽ അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ 29-ന് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തും. പുതുവാമന ഹരിദാസൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ദേവപ്രശ്നം നടക്കുന്നത്. 29-ാം തീയതി രാവിലെ 10 മണിക്ക് ജ്യോതിഷ പണ്ഡിതൻ അരയൻകാവ്, പുതുവാമന ഹരിദാസൻ നമ്പൂതിരിപ്പാട്, ജ്യോതിഷൻ സന്തോഷ് കായംകുളം എന്നിവർ ചേർന്ന് ദേവഹിതം ചിന്തിക്കും. ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീലാൽ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമത്തിന് ശേഷമാകും ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടക്കുക. 9-ാം തീയതി വെള്ളിയാഴ്ച നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പുതുതായിട്ട് നമ്മൾ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ സമയം കുറിക്കുന്നതിന് വേണ്ടി നമ്മൾ അഷ്ടമംഗല ദേവപ്രശ്നം നമ്മൾ നടത്തപ്പെടുകയാണ്. അത് നമ്മുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്മൾ 50 വർഷക്കാലം മുമ്പ് പൊളിച്ചു പോയ ഒരു ക്ഷേത്രം അതിലൂടെ വീണ്ടും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിൽ അത് പുനർനിർമ്മിക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷ്ഠ ചടങ്ങാണ് ഇപ്പോൾ ഉടനെ നടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സമയം കുറിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള അഷ്ടമംഗല ദേവപ്രശ്നമാണ് ഈ വരുന്ന 29-ാം തീയതി വെള്ളിയാഴ്ച നടക്കപ്പെടുന്നത്. അരയങ്കാവ് ഹരികുമാർ എന്ന് പറയുന്ന പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. അതിന് എല്ലാ വിശ്വാസികളും ക്ഷേത്രവിശ്വാസികളും ഈ ധന്യമുഹൂർത്തത്തിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് ഭഗവത് നാമത്തിൽ അറിയിക്കും. ക്ഷേത്രത്തിന്റെ പുതുക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയാണ്. തുടർന്ന് പുനർപ്രതിഷ്ഠ നടത്തുന്നതിന് ദിവസം നിശ്ചയിക്കാനാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടക്കുന്നത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് കേരളോത്സവം നടക്കുന്നത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കേരളത്തിലുടനീളം നടത്തിവരുന്ന കേരളോത്സവം കലാകായിക മത്സരങ്ങളുടെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലും കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലാകായിക മത്സരങ്ങളുടെ ആദ്യ ദിനമായ തിങ്കളാഴ്ച കായിക മത്സരങ്ങളായ ക്രിക്കറ്റ്, വോളിബോൾ, കബഡി, അത്ലറ്റിക് മത്സരങ്ങൾ നടന്നു. 2ാം ദിനമായ ചൊവ്വാഴ്ച കലാമത്സരങ്ങളായ ലളിതഗാനം, മാപ്പിളപ്പാട്ട്, ദേശഭക്തി ഗാനം, നാടോടി നൃത്തം, കേരള നടനം, കഥകളി, വടംവലി എന്നിവ നടക്കും. ഇതിൽ നിന്നും വിജയിക്കുന്നവർക്ക് ബ്ലോക്ക് തലത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. ഉദ്ഘാടന യോഗത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീരാമൻ അധ്യക്ഷനായി. അടിത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി കായിക മാമാങ്കം ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഈ കേരളോത്സവം നടത്തുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ യുവജനങ്ങൾക്ക് അവരുടെ കഴിവുകളും ശേഷികളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ മറ്റ് തെറ്റായ ഒരു ശീലങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കായിക താരങ്ങളെ വളർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ ബി ജോർജ്, കെ എ റഹ്മാൻ, സാക്ഷരതാ പ്രേരക് പി കെ ഗോപിനാഥൻ, കോഓർഡിനേറ്റർ അജ്മൽ സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വാളാടി ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരങ്ങളും, പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വോളിബോൾ മത്സരവും, മഞ്ചുമല എസ്റ്റേറ്റ് ഗ്രൗണ്ടിൽ കബഡി മത്സരവും, മിനി സ്റ്റേഡിയത്തിൽ അത്ലറ്റിക്, ചെസ് മത്സരങ്ങളും, കമ്മ്യൂണിറ്റി ഹാളിൽ ഷട്ടിൽ, ബാഡ്മിന്റൺ, പഞ്ചഗുസ്തി മത്സരങ്ങളും അരങ്ങേറി. ചൊവ്വാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്യും. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിലായിട്ടാണ് കേരളോത്സവം നടക്കുക. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ യൂത്ത് ക്ലബ്ബുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി നടക്കുക. ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ, വോളിബോൾ തുടങ്ങി വിവിധ മത്സരങ്ങൾ കേരളോത്സവത്തിന്റെ ഭാഗമായി നടക്കും. ഇത്തവണ നമ്മുടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ വളരെ വ്യത്യസ്തമായ കുറേ കലാപരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കേരളോത്സവം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. എല്ലാ യുവജന സംഘടനകളെ എല്ലാം ചേർത്തുകൊണ്ടൊരു സംഘാടക സമിതി രൂപീകരിക്കുകയും അതുപോലെ തന്നെ 29, 30, 1 തീയതികളിൽ 3 ദിവസക്കാലമായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 3 പ്രദേശങ്ങളിലായിട്ട് ഇരട്ടയാർ സെൻറ് തോമസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും അതുപോലെ ശാന്തിഗ്രാം സ്കൂളിൻ്റെ ഗ്രൗണ്ടിലുമായാണ് നമ്മുടെ കലാകായിക മത്സരങ്ങൾ നടക്കുന്നത്. ആദ്യ ദിവസം ക്രിക്കറ്റ്, അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങൾ നടക്കും. അപ്പോൾ ഈ പ്രാവശ്യം വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ തെങ്ങുകയറ്റ മത്സരവും അതുപോലെ തന്നെ സ്ത്രീകൾക്കായിട്ട് മൈലാഞ്ചി മത്സരം, അതുപോലെ തന്നെ നമ്മുടെ സ്ഥലങ്ങൾ, കൃഷി സ്ഥലങ്ങൾ ഉഴുതുമറിക്കുന്ന മത്സരങ്ങളും, ഞാറ് നടിയൽ മത്സരങ്ങൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ മത്സരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തെ ഈ കേരളോത്സവം വരവേൽക്കുന്നത്.
യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജീനമ്മ ബേബി, ജോസുകുട്ടി അരീപ്പറമ്പിൽ, ജോസ് തച്ചാപറമ്പിൽ, സിനി മാത്യു, ജിൻസൺ വർക്കി, CDS ചെയർപേഴ്സൺ സനില ഷാജി, സെക്രട്ടറി D ധനേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പീരുമേട് തോട്ടം മേഖലയിലെ ലയങ്ങളുടെ നവീകരണത്തിന് സർക്കാർ ബജറ്റിൽ അനുവദിച്ച 20 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ലെന്ന് പരാതി. ഇതിൽ 33.7 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് ധനവകുപ്പിൽ നിന്ന് ഇതുവരെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങളിൽ തൊഴിലാളി കുടുംബങ്ങൾ ഇപ്പോഴും ദുരിത ജീവിതം നയിക്കുകയാണ്. ലയങ്ങളുടെ നവീകരണത്തിന് സർക്കാർ 20 കോടി രൂപ അനുവദിച്ചെങ്കിലും ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചത് 33.7 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ്. 3 വർഷം കഴിഞ്ഞിട്ടും ഇത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനും നടപടിയുണ്ടായിട്ടില്ല. ഇതോടെ 31,412 തൊഴിലാളി കുടുംബങ്ങളാണ് പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങളിൽ ഇപ്പോഴും കഴിയുന്നത്. ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷനാണ് ലയങ്ങളുടെ നവീകരണത്തെ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ജീർണാവസ്ഥയിലായ ലയങ്ങൾ ഉടൻ നവീകരിക്കുക, അതല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നീ നിർദ്ദേശങ്ങളായിരുന്നു റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. തുടർന്ന് കമ്മീഷന്റെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു. നവീകരണം അതല്ലെങ്കിൽ പുതിയ വീട് എന്ന തീരുമാനം 2020 പ്ലാന്റേഷൻ നയത്തിൽ സർക്കാർ ആവർത്തിക്കുകയും ചെയ്തു. സർക്കാരും ഉടമകളും തുല്യമായി നിർമ്മാണ ചെലവ് വഹിക്കണമെന്നായിരുന്നു തീരുമാനം. ലയങ്ങളുടെ നവീകരണം എങ്ങും എത്താതായതായി തൊഴിലാളി നേതാക്കൾ പറയുന്നു. ടി കമ്പനിയിലെ ഒരവസ്ഥ പൊതുവെ ജനങ്ങൾക്കെല്ലാം ഇവിടെ അറിയാവുന്നതാണ്. 2000 ഡിസംബർ മാസം 13-ാം തീയതി ഉടമ ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ തോട്ടം പൂട്ടുകയോ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് മുതൽ ദൈനംദിന ജീവിതത്തിൻ്റെ വളരെ ദുഃഖകരമായ രീതിയിലാണ് തൊഴിലാളികളുടെ ജീവിതം. ഇന്ന് ആ ലയങ്ങളെല്ലാം ഇടിഞ്ഞു പോയി. ഏതാനും കുറേ നല്ല ശതമാനം ആൾക്കാരും അവിടെ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. ബാക്കി ജീവിക്കുന്ന ആൾക്കാർ ആ ലയൻസിനെ മാത്രം ആശ്രയമാക്കി ജീവിക്കുന്ന, അവർക്ക് ഒരു വിധത്തിന് താമസിക്കാനോ ഒരു വിധത്തിന് ഏത് നിമിഷവും നിലംപത്താവുന്ന രീതിയിലുള്ള ലയൻസിനാണ് അവർ താമസിക്കുന്നത്. അവരുടെ എല്ലാം നശിച്ച് ഒരു വ്യവസ്ഥയില്ലാതെ ശോചനീയാവസ്ഥയിൽ ജീവിക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ് നിരവധി തവണയായിട്ട് പല പ്രാവശ്യമായിട്ട് ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ഉടനെ ലയൻസ് പണിയും അത് ക്വാർട്ടേഴ്സ് ആണെന്നും ആ രീതിയിലൊക്കെ പണിയെന്നും പറഞ്ഞ് പല പ്രാവശ്യം ഇത് വാർത്തകളൊക്കെ വരികയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം. തൊഴിൽ വകുപ്പ് നടത്തിയ സർവേയിൽ സ്ഥലമോ വീടോ ഇല്ലാത്ത 22,389 തൊഴിലാളി കുടുംബങ്ങളും സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്ത 4,715 കുടുംബങ്ങളും വിരമിച്ച ശേഷവും വീടില്ലാത്ത 4,308 തൊഴിലാളി കുടുംബങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തി. ഇതെല്ലാം പരിഗണിച്ച് 31,412 ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഭൂമി കണ്ടെത്താൻ പഞ്ചായത്തുകൾക്കും കഴിയാതെ വന്നതോടെ തീരുമാനം പരാജയപ്പെട്ടു. അതിനിടെ ലയങ്ങളുടെ നവീകരണത്തിന് ദീർഘകാല സോഫ്റ്റ് ലോൺ ലഭ്യമാക്കാൻ സർക്കാർ സഹായിക്കണമെന്ന ആവശ്യവുമായി ഉടമകൾ രംഗത്ത് വന്നു. എന്നാൽ ഇക്കാര്യത്തിലും ഒരു തീരുമാനവും ഉണ്ടായില്ല. തുടർന്നാണ് ലയങ്ങൾ നവീകരിക്കാൻ സർക്കാർ 2 ഘട്ടമായി 20 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചത്. എന്നാൽ ഫണ്ട് ചിലവഴിക്കുന്നത് സംബന്ധിച്ച് കാര്യമായ ഇടപെടൽ ഉണ്ടാകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ ലയങ്ങളുടെ നവീകരണം എന്ന് നടക്കുമെന്ന ചോദ്യമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 248, വിൽപ്പനയ്ക്ക് വന്നത് 62,134, വിൽപ്പന നടന്നത് 59,771, കൂടിയ വില 4,002, ശരാശരി വില 2,950. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 610 രൂപ, ഏലം കൂടിയ വില 2,850, ഏലം ശരാശരി വില 2,500, കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പു 900, കൊക്കോ 85, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,200 രൂപ, വെള്ളി 100.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല ദർശനത്തിന് കാണിക്ക സമർപ്പിക്കാനെന്ന വ്യാജേന പണപ്പിരിവുമായി കുട്ടികളുടെ സംഘം ഇടുക്കിയിൽ. തമിഴ്നാട് സ്വദേശികളായ കുട്ടികൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ എത്തിയിരിക്കുന്നത് ചെറു സംഘങ്ങളായി തിരിഞ്ഞ്. കുട്ടികളെ മുൻനിർത്തി നടത്തുന്ന തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമുണ്ടെന്ന ആരോപണവുമായി നാട്ടുകാർ. പീരുമേട് തോട്ടം മേഖലയിലെ ലയങ്ങളുടെ നവീകരണത്തിന് സർക്കാർ ബജറ്റിൽ അനുവദിച്ച 20 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ലെന്ന് പരാതി. ഇതിൽ ധനവകുപ്പിൽ നിന്ന് ഇതുവരെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് 33.7 ലക്ഷം രൂപയ്ക്ക് മാത്രം. പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങളിൽ ഇപ്പോഴും ദുരിത ജീവിതം നയിച്ച് തൊഴിലാളി കുടുംബങ്ങൾ. LDF സർക്കാരിന്റെ ജനദ്രോഹ ഭൂനിയമങ്ങൾക്കെതിരെ UDF ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ്സ് നടത്തുമെന്ന് ജില്ലാ നേതൃത്വം. ആദ്യ പരിപാടി നടക്കുക ഈ മാസം 30-ന് കട്ടപ്പനയിൽ. CHR റവന്യൂ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന നിലപാട് സുപ്രീം കോടതിയിൽ ആരംഭിക്കുന്ന വാദത്തിൽ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്നും നേതാക്കൾ. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് അമൃത് പദ്ധതിയിൽ കേന്ദ്ര സഹായം ലഭിക്കുക 1372 കോടി രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.